കാലടിപ്പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി. മഴ കനത്തതോടെ പാലത്തിലുണ്ടായിരുന്ന കുഴികൾ വലിയ ഗർത്തങ്ങളാവുകയും കാലടിയിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് യാത്രക്കാരും നിരവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വ്യാഴാഴ്ച രാത്രി പാലത്തിലെ കുഴിയിൽ വീണ് തടിലോറിയുടെ ആക്സിൽ ഒടിഞ്ഞിരുന്നു. ഇത് വീണ്ടും ഗതാഗതക്കുരുക്കിന് കാരണമായി. ഇതേ തുടർന്നാണ് പാലത്തിലെ കുഴികൾ അടയ്ക്കാനുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് മണിക്കൂറുകളോളം പാലത്തിൽ കിടക്കേണ്ട അവസ്ഥയായതിനാൽ ശനിയാഴ്ച മുതൽ കാലടിപ്പാലം ബഹിഷ്കരിച്ച് മാത്രമാണ് സർവീസ് നടത്തുകയെന്ന് സ്വകാര്യ ബസ്സുടമകൾ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കാലടിപ്പാലത്തിലൂടെ യാത്ര ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുരുക്കിൽപ്പെട്ടു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ള കോൺക്രീറ്റിംഗ് എത്രമാത്രം നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. എങ്കിലും താൽക്കാലികമായെങ്കിലും കാലടിപ്പാലത്തിലൂടെയുള്ള യാത്ര സുഗമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.